മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കാണുന്ന സപ്തശൂലാദി താളം, സിംഹനന്ദന താളം ഇവയുടെ ചിത്രം വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. അതിലെ ആദ്യത്തെ അക്ഷരം ചപ്ത എന്നാണല്ലോ തമിഴിൽ ലിപിയിൽ എഴുതാൻ പറ്റുള്ളൂ. സപ്ത എന്ന് എഴുതാൻ പറ്റില്ല, ശബ്ദ എന്നും എഴുതാൻ പറ്റില്ല. രണ്ടു വാക്കിനും ശബ്ദ എന്നുള്ളതിനും സപ്ത എന്ന് എഴുതുന്നതിനും പഴയ തമിഴിൽ, എന്നാൽ ഇപ്പോഴത്തെ തമിഴ് വരെ ചപ്ത തന്നെ എഴുതാൻ പറ്റുള്ളൂ തമിഴ് ലിപിയിൽ. ഉച്ചരിക്കുന്ന സമയത്ത് ആ ചപ്താന്ന് എഴുതിയതിനെ വേണമെങ്കിൽ ചപ്താന്നും വായിക്കാം, സപ്താന്നും വായിക്കാം, ശബ്ദാന്നും വായിക്കാം. രണ്ടാമത്തെ വാക്ക് സൂടാദി എന്നൊക്കെ, ചൂടാദി പ്രബന്ധം, ചൂടാദി എന്നൊക്കെ പറയണ ആ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് എഴകാരം വെച്ചിട്ടാണ്. ചൂഴാദി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ ചൂഴാദി ഴ എന്നുള്ള അക്ഷരം മലയാളത്തിൽ മാത്രമുള്ള അക്ഷരമാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ശബ്ദ ഴാന്ന് പറയാൻ ഴാക്ക് പകരം ളാന്നും ലാന്നും ഒക്കെ പറയുന്നവരാണ് ഇതിനെ ചൂടാദി എന്നൊക്കെ ആക്കിയിരിക്കുന്നത്. ഇതിന്റെ ശരിയായ ലിപി ചൂഴാദി എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം സപ്ത ചൂഴാദി താളം, ചുറ്റും ചുഴന്നു നിൽക്കുന്ന സപ്ത ചൂഴാദി താളം എന്ന്, അല്ലെങ്കിൽ ശബ്ദ ചൂഴാദി താളം, ശബ്ദത്തെ ചുഴന്നു നിൽക്കുന്ന, ഓക്കലിനെ ചുഴന്നു നിൽക്കുന്ന താളം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് മലയാള ലിപിയാണ് എന്നുള്ളതും ശ്രദ്ധിക്കണം. അതിലും ബാക്കിയെല്ലാം തമിഴ് അക്ഷരങ്ങളുടെ ഇടയിൽ ഈ മലയാള ലിപി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഴ എന്ന അക്ഷരം. താളം എന്ന് മുകളിലെ ചിത്രത്തിൽ എഴുതിയത് തന്നെ താഴത്തെ ചിത്രത്തിൽ താളു എന്ന് എഴുതിയിരിക്കുന്നതും ശ്രദ്ധിക്കണം. താളം എന്നുള്ള വാക്ക് മലയാളത്തിലാണ്, താളു എന്ന് ഉപയോഗിക്കുന്നത് മിക്കവാറും തെലുങ്കിലാണ്. അതുപോലെ തന്നെ അവിടെ സൈഡിലായിട്ട് ഈ സപ്തചൂഴാദി താളം എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരു ലിപി കാണാം. എന്താണ് ആ വാക്ക്? ന യ രു എന്നുള്ള 3 വാക്കാണ് കാണുന്നത്. ഇതിനെ തെലുങ്കിലാവുമ്പോ നായരൂന്നും മലയാളത്തിൽ അന്ന് ചേർത്ത് രം എന്നും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നായരം, നാഗരം. ആ നായ ചിലർ രാ എന്ന് വായിക്കുന്നവരുണ്ട്. അങ്ങനെയാവുമ്പോ അത് രാഗരം, രാഗരു എന്നൊക്കെ വായിക്കും. 4 രീതിയിൽ അതിനെ വായിക്കാം, ശരിക്കും ഉച്ചരിക്കാം. വായിക്കല്ല, ഉച്ചരിക്കാം. നായരം നായരു, നാഗരം നാഗരു, രാഗരം രായരു, രാഗരു രാഗരു. അപ്പൊ രാഗസാഗരമാണത്. ഒരു ശബ്ദം കൊണ്ട് ശബ്ദത്തിനെ ചുഴന്നു നിൽക്കുന്ന ഒരു രാഗസാഗരം, അല്ലെങ്കിൽ ഒരു നാഗരികതയുടെ ഒരു ലക്ഷണമായിട്ടാണ് അവിടെ അതിനെ പറഞ്ഞിരിക്കുന്നത്. നാഗരം, രാഗം, നാഗവംശം ഇവയോടെല്ലാം ബന്ധപ്പെട്ട ഒരു പദമാണത്. നാഗരം എന്ന് പറയുമ്പോൾ നഗരത്തോട് ബന്ധപ്പെട്ടതാണ്. ഏർബൻ ആയിട്ടുള്ളൊരു പദമാണത് അല്ലേ. നഗരം എപ്പോഴാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ആദ്യത്തെ നാഗരിക സംസ്കാരം മെഹർഗാർ പീരീഡ് മുതൽ ഇന്ത്യയിൽ അതുണ്ട്. അതായത് BC 7000 മുതലുണ്ട്. ക്ഷേത്രകലയിലെ നാഗസ്വരവും സംഗീതവുമായിട്ടുള്ള ബന്ധവും മല്ലാരി പരാമർശത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവനാഗരി എന്ന ഭാഷാനാമം ഇതോട് ചേർത്ത് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ വെറുതെ ഇത് ദേവനാഗരി എന്ന് പറയുമ്പോൾ ദൈവീകമായ നാഗരി, ആ ഭാഷയാണത്. ആ ഭാഷയെ ദൈവീകമായ നാഗവർഗക്കാരുടെ ഭാഷ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ ഗ്രഹിക്കണം. നാഗരികമായ ഒരു സവിശേഷ അർത്ഥമായ ഒരു ഭാഷയാണത്. പ്രബന്ധം, ഠായം, ശൂലാദി, കൗത്വം മുതലായവയൊക്കെ ഭരതന്റെ നാട്യശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. പണ്ട് കാലത്തൊക്കെ ഈ പ്രബന്ധം വന്തികൾ, മാഗതികളും വന്തികളും സൂതന്മാരും ഒക്കെയാണ് ഈ പാട്ടിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ. അതിൽ ഈ വന്തികളുടെ ഭാഷ, അതിന് പേര് പണ്ട് വന്തീര ഭാഷ എന്നായിരുന്നു. വന്തീര എന്നുള്ളതിൽ വകാരം ബകാരമായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് ബന്ദീര ഭാഷയായി. ഇതാണ് നമ്മൾ പിന്നീട് വന്നേരി ഭാഷ അല്ലെങ്കിൽ ബന്ദേരി ഭാഷ, വന്നേരി ഭാഷ എന്ന് പറയുന്ന വന്നേരി, ബന്ദീര, വന്നേരി ഭാഷ എന്ന് പറയുന്ന വന്നേരി നമ്പൂരാക്കന്മാരുടെ കാലത്തൊക്കെ നമ്മൾ വന്നേരി നമ്പൂരിമാരെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുമല്ലേ, വന്നേരിക്കാരുടെ ഭാഷ. ഈ ഭാഷ ഒരു തരം സിദ്ധ ഭാഷയാണ്. ചില വാക്കുകളൊക്കെ അർത്ഥമില്ലാത്ത വാക്കുകൾ വെറും സ്തോഭമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം സിദ്ധ ഭാഷയാണ്. ഇത് ശ്രീകൃഷ്ണന്റെ കാലത്ത് വ്രജത്തിൽ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു.
രാധാമംഗല ഭാഷ എന്നാണ് ഇതിന്റെ പഴയ പേര്, വ്രജത്തിലുണ്ടായിരുന്ന പേര്. അത് പിന്നീടാണ് ഇങ്ങനെ ബന്ധീര ഭാഷ എന്നുള്ള പേരിൽ അറിയാൻ തുടങ്ങിയത്. പ്രബന്ധത്തിന് 6 അംഗമാണ്. സ്വരപ്രസ്ഥാനം, ബിരുദം അഥവാ വിരുത്തം, വൃത്തം പാടില്ലേ, പദം, തേനകം, പടം, താളം. നൃത്യനാടകങ്ങൾക്ക് യോജിച്ച വിധമാണ് ഈ രചന. സങ്കീർണമായ താളഘടനയുള്ള ഛന്ദം അല്ലെങ്കിൽ ഛന്ദസ്, ചന്തക്കഴിപ്പ് എന്ന് പറയും തമിഴില്, അത് ഓതുവരുടെ പാട്ടിലും ദേവദാസികളുടെ നൃത്തത്തിലും സ്പെഷ്യലായിട്ടുള്ളൊരു സൗന്ദര്യം ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവസാനത്തെ പ്രയോഗത്തിന് തൊങ്കൽ അല്ലെങ്കിൽ തൂക്ക് എന്നാണ് പറയുക. ചിലപ്പതികാരത്തിൽ നൊക്കും തൂക്കും എന്ന് ഗമകപ്രയോഗങ്ങളുടെ സൗന്ദര്യത്തെ താളചക്ര അക്ഷരകാലങ്ങളോട് ചേർക്കുന്നതിനെ പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു രാജകുമാരൻ AD 2-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കൃതിയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അന്നേക്ക് തെക്കേ ഇന്ത്യയിൽ സംഗീതവും നൃത്തവും നാടകവും സാഹിത്യമൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ആ ഗ്രന്ഥം വായിച്ചാൽ മനസ്സിലാക്കാം. മാധവിക്കും മണിമേഖലയ്ക്കും കൊടുത്തിരിക്കുന്ന ആ റെസ്പെക്റ്റ് കണ്ടാൽ മനസ്സിലാക്കാം. ബന്ധീര ഭാഷയെ വളരെ ദൈവീകമായി തന്നെയാണ് അന്നും കരുതിയിരുന്നത്. വെങ്കടമഖിയും പുരന്ദരദാസനും ബന്ധീര ഭാഷയിൽ വരികൾ രചിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ കാലത്ത് നിലവിൽ വന്ന ബന്ധീര ഭാഷ വാഗീശൻ, വിശ്വേശ്വരൻ എന്നു പേരുള്ള ഒരു വിശിഷ്ട വ്യക്തി അതിന്റെ വ്യാകരണ ശാസ്ത്രമടക്കം ക്രോഡീകരിച്ച് പുനർസൃഷ്ടിച്ചതാണ് എന്ന് കാണുന്നുണ്ട്. വന്നേരിയിൽ വാഗീശൻ എന്ന വിശ്വേശ്വരൻ ക്രോഡീകരിച്ച ഈ ദേവനാഗരി ഭാഷയാണ് സംസ്കൃതം. അങ്ങനെ വന്നേരി നാട്ടിലാണ് ഈ ദേവനാഗരി ഭാഷയായ സംസ്കൃതം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഇത് തമിഴിൽ നിന്ന് മലയാളവും സംസ്കൃതവുമായിട്ട് ഇന്ത്യയിലെ ഒരു ഭാഷ ഉത്ഭവിച്ചത് വന്നേരി നാട്ടിലാണ്. എന്നിട്ട് ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു, പിന്നെ ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിച്ചു. അങ്ങനെ സംസ്കൃതം ഉണ്ടായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മലയാള നാടാണ്. ലിപി ഒരു മണിപ്രവാള ലിപിയായിട്ട് ഗ്രന്ഥവരിയായിട്ട് വളർന്നു വന്നു. അതേ സമയത്ത് ഭാഷ നല്ല സുന്ദരമായ സംസ്കൃത ഭാഷയായിട്ടും വളർന്നു വന്നു. ഈ വിവരം, അതായത് വന്തേരിയിലെ ഈ വാഗീശൻ എന്നുള്ള വിശ്വേശ്വരനാണ് വ്യാകരണശാസ്ത്രം ക്രോഡീകരിച്ചത് എന്നുള്ള, ബന്ധേരി ഭാഷ ക്രോഡീകരിച്ചത് എന്നുള്ള വിവരം എനിക്ക് മനസ്സിലായത് വൈജയന്തിമാലയുടെ ഒരു ലേഖനത്തിൽ നിന്നാണ്. അതൊന്ന് എനിക്ക് 1+1 2 കൂട്ടാൻ വലിയ പ്രയാസം തോന്നിയില്ല. റയർ ഫോംസ് ഇൻ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ട് വൈജയന്തിമാലയുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ് മനസ്സിലായത്. ആരാണ് ഈ വാഗീശൻ? സ്കന്ദപുരാണത്തിന്റെ ഒരു ഭാഗമായ ഹാലാസ്യ മാഹാത്മ്യത്തിൽ തിരുവിളയാടൽ പുരാണ കഥകളാണ് പരാമർശം. അതിലെ പാണ്ഡ്യരാജാക്കന്മാരുടെ സുദീർഘമായ ഒരു പരമ്പര തന്നിട്ടുണ്ട്. ഈ പരമ്പരയും മൂഷകവംശകാവ്യത്തിൽ കാണുന്ന മൂഷക വല്ലഭ രാജാക്കന്മാരുടെ പരമ്പരയും കഥാസരിത് സാഗരത്തിലെ മീനാക്ഷി, സുന്ദരേശ്വരൻ, അതുപോലെ ഉദയനൻ, നരവാഹനൻ, വരരുചി പരമ്പര, ഇതൊക്കെ തമ്മിലുള്ള ഒരു താരതമ്യ ക്രോണോളജിയിലാണ് എനിക്ക് അത്ഭുതകരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹാലാസ്യ മഹാത്മ്യത്തിലെ പരമ്പര കുലശേഖരൻ, മലയധ്വജൻ, തടാതക എന്ന് പറയുന്നത് മധുരമീനാക്ഷിയുടെ പേരാണ്. അവരുടെ മകൻ ഉഗ്രൻ എന്ന ചിൽസ്വരൂപൻ എന്നാണ് ആരംഭിക്കുന്നത്. 8ാമത്തെ ആളാണ് രാജശേഖരൻ. ഈ രാജശേഖരന്റെ കാലം കാർത്തവീര്യാർജുനന്റെ പിതാവായ കൃതവീര്യന്റെ കാലമാണ്. അതായത് പാണ്ഡ്യന്മാരുടെ പരമ്പരയിലെ കൃതവീര്യന്റെ കാലത്താണ് ഈ പറയുന്ന വ്യക്തി 8ാമത്തെ രാജാവായ രാജശേഖരന്റെ കാലം. അപ്പൊ അതിന് 8 തലമുറ മുമ്പാണ് മധുര മീനാക്ഷിയും സുന്ദരേശ്വരനും മലയധ്വജനും കുലശേഖര പാണ്ഡ്യനും ഒക്കെ ജീവിച്ചിരുന്നിരിക്കുന്നത്. പാണ്ഡ്യന്മാരുടെ പരമ്പരയിലെ 19ാമത്തെ വരഗുണൻ, 20ാമത്തെ ആള് രാജരാജൻ. ഈ രാജരാജന്റെ സമകാലീനനാണ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തില് ആദ്യത്തെ ശിവപ്രതിഷ്ഠ ചെയ്ത ശതക്രതു ശതസോമൻ. ഈ വരഗുണന്റെ കാലത്താണ് ഹേമനാഥൻ എന്നു പേരുള്ള സംഗീത ചക്രവർത്തി മധുരയെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നിട്ട് സംഗീതം പാടിയത്. ആ കഥ ആലവായൻ എന്നുള്ള ഭദ്രനെ മുൻനിർത്തിയിട്ട് ശിവപെരുമാൻ അയാളെ തോൽപ്പിച്ചോടിച്ച കഥ തിരുവിളയാടലിൽ ശിവാജി ബാലയ്യ, TR മഹാലിംഗത്തിന്റെ അഭിനയം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ആ കഥ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? അപ്പൊ ആ ഹേമനാഥന്റെ സംഗീതവും ആലവായന്റെ ക്ഷേത്ര സംഗീതവും ശിവപെരുമാന്റെ സംഗീതത്തിൽ കൊണ്ട് ഹേമനാഥൻ ഓടിയതൊക്കെ ഈ വരഗുണന്റെ കാലത്താണ്. വരഗുണൻ 19ാമത്തെ ആളാണ് പാണ്ഡ്യ പരമ്പരയിൽ. അതായത്
രാജശേഖരനിൽ നിന്ന് 11 തലമുറ അപ്പുറത്ത്, കാർത്തവീര്യാർജുനന്റെ അച്ഛൻ കൃതവീര്യനിൽ നിന്ന് 11 തലമുറ കഴിഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ള സംഭവം അല്ല എന്നർത്ഥം. ഇതിനെയൊക്കെ പുതുതാക്കിയിട്ട് ഹിസ്റ്റോറിയൻസ് ഇതിനെയൊക്കെ പുതുതാക്കണതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ പുതുതാണ് ഈയിടെ ഉണ്ടായതാണെന്നുള്ള അതാണ് വിഡ്ഢിത്തരം. അതിൽ തന്നെ പറയുന്നുണ്ട് ഇന്ന കാലത്താണ് ഇവർ ജീവിച്ചത് പറയുന്നുണ്ട്. അതിനെ ആലോചിക്കുന്നില്ല ഇവര്. ഭദ്രൻ എന്ന ആലവായനെ വരഗുണന്റെ പിതാവ് സുന്ദരേശ ശിവപാദ ശേഖര പാണ്ഡ്യൻ തിരുവഞ്ചൈക്കളത്തേക്ക് ചേര ചക്രവർത്തിക്ക് സന്ദേശവുമായി അയച്ചു എന്ന് ഹാലാസ്യ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഈ സുന്ദരേശ ശിവപാദ ശേഖര പാണ്ഡ്യൻ അയച്ച സ്ഥലം ആ തിരുവഞ്ചൈക്കളം വന്നേരിയിലാണ്. അന്ന് കൊടുങ്ങല്ലൂര് വഞ്ചിക്കളം ഒന്നും ഉണ്ടായിട്ടില്ല. വന്നേരി നാട്ടില് ഒരു ചെറിയ, ഇന്നിപ്പോ ആ ക്ഷേത്രം നശിച്ചു പോയിരിക്കുന്നു, ഒരു ചെറിയൊരു സ്ഥലം മാത്രം, ചെറിയൊരു ക്ഷേത്രം മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. പക്ഷെ അതാണ് വാസ്തവത്തിലുള്ള അന്നത്തെ കാലത്തെ ഈ ചേര ചക്രവർത്തിക്ക് സന്ദേശവുമായിട്ട് വന്നേരി നാട്ടിലേക്കാണ്, ഈ വഞ്ചൈക്കളത്തേക്കാണ് ശരിക്കും അയച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരൊന്നും അന്ന് ഉണ്ടായിട്ട് തന്നെയില്ല. വരഗുണപുത്രൻ, ഈ വരഗുണന്റെ മകൻ ഈ കോലത്ത് നാട്ടിൽ നിന്ന്, കോലത്ത് നാട് എന്നാണ് അന്നും വന്നേരിയുടെ രാജാക്കന്മാരെ കോലസ്വരൂപം, കോലം എന്ന് പറഞ്ഞാൽ വരാഹരൂപമാണല്ലോ, വരാഹരൂപികളാണ്. കോലരൂപികളായ വരാഹരൂപികളായ കോലത്തു നാട്ടിൽ നിന്നുള്ള 12 മന്ത്രിമാരെ സ്വീകരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം തന്റെ രാജ്യത്തും ഗുഹാശില്പങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു എന്ന് ഹാലാസ്യ മാഹാത്മ്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഗുഹാനിർമ്മിതി ഇവിടെ നേരത്തെ വെസ്റ്റേൺ കോസ്റ്റിൽ പണ്ടേ ഉണ്ട്. ഇവിടെ വരാഹരൂപികൾ, പന്നിയൂർ എന്ന് പറയുന്ന വരാഹരൂപികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടുത്തെ 12 ഉപദേശകന്മാരെ മന്ത്രിമാരെ സ്വീകരിച്ചിട്ടുണ്ട്. അവരാണ്, അവരുടെ നിർദ്ദേശപ്രകാരമാണ് പാണ്ഡ്യരാജ്യത്ത് ആ സംഗീതത്തിന്റെ ശില്പികളാണ് സംഗീതജ്ഞരും. അവര് ആദ്യമായിട്ട് ഗുഹാശില്പങ്ങൾ പാണ്ഡ്യനാട്ടിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് എന്ന് ഹാലാസ്യ മഹാത്മ്യത്തിൽ സ്കന്ദപുരാണത്തിന്റെ ഭാഗമാണ് അത്, അതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പെരിഞ്ചല്ലൂര്, വന്നേരി ബന്ധം, പന്നിയൂര് ശില്പവേല, അതായത് കാരുക്കൾ, നാഗങ്ങളൊക്കെ ശില്പവേല ചെയ്യുന്നവരാണ്. ഇവ പാണ്ഡ്യനാട്ടിനെ സ്വാധീനിക്കുന്നത് ഈ ഹേമനാഥന്റെ കാലത്തുണ്ടായിരുന്ന ഭദ്രനെ ഇങ്ങോട്ട് തിരുവഞ്ചക്കളത്തേക്ക് സന്ദേശവുമായി അയച്ച ശേഷം ആ വരഗുണന്റെ, അതായത് പേരക്കുട്ടിയാണല്ലോ വരഗുണന്റെ മകൻ, ഇവിടെ നിന്ന് 12 ആളെ ഉപദേശക സംഘമായിട്ട് സ്വീകരിക്കുന്ന കാലത്താണ്. ഈ 12 പേരടങ്ങുന്ന ഉപദേശക സംഘമാണ് പന്തിരുകുലം. ഈ പന്തിരുകുലം അന്നേ ഉണ്ട്. വരരുചി എന്നുള്ള വ്യക്തിയുടെ കാലം എന്ന് നമ്മൾ പറയുന്ന കാലത്തിന് എത്രയോ മുമ്പ് നടന്നിട്ടുള്ള ഒരു കഥയിലാണ് ഈ ഹാലാസ്യ മഹാത്മ്യത്തിൽ ഈ പന്തിരുകുലത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പന്നിയൂർന്ന് വന്ന വരാഹരൂപികളായ കോലരൂപികളായ 12 പേർ എന്ന ഉപദേശമണ്ഡലം അല്ലെങ്കിൽ മന്ത്രിമണ്ഡലം ഹാലാസ്യ മാഹാത്മ്യത്തിൽ 39-ാം പാണ്ഡ്യൻ മുതൽ 43-44 പാണ്ഡ്യന്മാർ വരെയുള്ളവരുടെ കാലം, മഹാഭാരത യുദ്ധം, കലിയുഗ പ്രളയം, പരീക്ഷിത്ത് എന്നിവരുടെ കാലമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട്, ഈ കാലം കഴിഞ്ഞിട്ട്, ഈ വരാഹരൂപികളെ മന്ത്രിമാരായി സ്വീകരിച്ചു കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മഹാഭാരത യുദ്ധവും കലിയുഗ പ്രളയവും പരീക്ഷിത്തിന്റെ കാലമൊക്കെ ഉണ്ടായിരിക്കുന്നത്. 39-ാമത്തെ പാണ്ഡ്യന്റെ കാലത്താണ് അമിതക്രതു അല്ലെങ്കിൽ ശതക്രതു എന്ന പെരുംചോറ്റ് ഉദയൻ ചേരലാതൻ, തമിഴിൽ അങ്ങനെയാണ് അദ്ദേഹത്തിനെ പറയുക, മൂഷക വംശകാമ്യത്തിലെ അമിതക്രതു ശതക്രതു എന്നാണ് വിളിക്കുന്നത്. ഈ ചേരലാതൻ, ഉദയൻ എന്നാണ് പേര്, പെരുംചോറ്റ് ഉദയൻ ചേരലാതൻ 18 അക്ഷൗഹിണിപ്പടയ്ക്കും സൗജന്യ ഭക്ഷണം 18 ദിവസവും കൊടുത്തത് ഈ കാലത്താണ്. ഇത് BC 3102 പ്രളയം, ദ്വാരക മുങ്ങിയിട്ട് വരുന്ന കീർത്തിവിഭൂഷണ പാണ്ഡ്യനാണ് മധുരസിംഹാസനത്തില്. ഇതിനുശേഷം 44-ാം പാണ്ഡ്യന്റെ കാലത്ത് ദ്വാരകയിലെ കവിസംഘം നഷ്ടമായതുകൊണ്ട് 49 പേരടങ്ങിയ പുതിയൊരു കവിസംഘം മധുരയിൽ ആരംഭിച്ചു, കവാടപുരം എന്ന് പറയുന്ന സ്ഥലത്ത്. 45-ാം പാണ്ഡ്യന്റെ കാലത്ത് നക്കീരൻ എന്ന കവിക്ക് അഗസ്ത്യ ശിഷ്യരിൽ നിന്ന് ദ്രാവിഡ സൂത്രം വീണ്ടും ലഭിച്ചു. 47-ാം പാണ്ഡ്യകാലത്ത് മൂഷകവംശത്തിലെ മനുപുത്രൻ വടുകവർമ്മൻ രാജരാജേശ്വര ക്ഷേത്രത്തിലെ 2ാം ശിവപ്രതിഷ്ഠ ചെയ്തു. വടുകപുത്രൻ അഹീരണൻ 3ാം ശിവപ്രതിഷ്ഠയും ചെയ്തു. ആ ക്രോണോളജിയിലത്തെ ഓർഡർ ആലോചിക്കണം. അപ്പോ 51-ാം പാണ്ഡ്യകാലത്ത് അഹീരനന്റെ 4ാം തലമുറ അജലൻ അജലപട്ടണം എന്ന അജന്ത നിർമ്മിച്ചു.
അജന്തയിലെ ശില്പങ്ങൾ മരങ്ങൾ വളരെ പ്രധാനമാണ്. അജന്ത നിർമ്മിക്കുക എന്ന് പറയുന്നത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. 55-ാം പാണ്ഡ്യന്റെ കാലത്ത് അചലന്റെ 5-ാം തലമുറക്കാരൻ രാജവർമ്മൻ വന്നേരി പെരുമ്പടപ്പ് മേലകം മഹാഗൃഹം എന്ന സ്ഥലത്ത് ഒരു രാജവിഹാരമുണ്ടാക്കി. അവിടെ ഒരു വിദ്യാസ്ഥാനം പുതുതായിട്ട് തുടങ്ങി. ഇതാണ് ഈ വന്നേരി പെരുമ്പടപ്പിലാണ് പിന്നീട് ഈ വന്നേരി പെരുമ്പടപ്പ് അവിടെ തുടങ്ങിയതിന്റെ ശേഷം പെരിഞ്ചല്ലൂരിനേക്കാളും പ്രധാനമായിട്ട് വിദ്യാസ്ഥാനം പെരിഞ്ചല്ലൂരിനേക്കാളും പ്രധാനമായിട്ട് വന്നേരി വളരാൻ തുടങ്ങിയത് ഈ കാലത്താണ്. അതിന്റെ മുമ്പും വന്നേരി ഉണ്ടെങ്കിലും ഈ കാലത്താണ് വന്നേരിയിലെ വിദ്യാസ്ഥാനം എന്നുള്ള പേരിൽ ഇത് വളരാൻ തുടങ്ങിയത്. ഇക്കാലത്തൊരു പ്രളയത്തിൽ പാണ്ഡ്യന്റെ കവാടപുരം കടലെടുത്തു. അതുകൊണ്ടാണ് വന്നേരി വിദ്യാപീഠം പെട്ടെന്ന് വളരെ പ്രമുഖമായത്. 56-ാമത്തെ പാണ്ഡ്യൻ ജലേശ്വരന്റെ കാലത്താണ് കടലാക്രമണം എന്ന് ഹാലാസ്യമഹാത്മ്യം പറയുന്നു. 57-ാമത്തെ പാണ്ഡ്യൻ അരിമർദ്ദനന്റെ 12 മന്ത്രിമാരിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ, അതായത് പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗുരുവുമായ വായുപുരേശൻ എന്ന പേരോടുകൂടിയ മാണിക്യവാചകനായിരുന്നു. ഈ മാണിക്യവാചകൻ ഈ ഹിസ്റ്റോറിയൻസ് പറയുന്ന 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി എന്ന് പറയുന്ന മാണിക്യവാചകൻ അല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാനീ പറയുന്നത് കേട്ടോ. 5-ാം നൂറ്റാണ്ടിലായിരുന്നുവെങ്കിൽ ഇപ്പൊ മാണിക്യവാചകന്റെ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നഗ്ന രൂപത്തിലാണ്, വസ്ത്രം ധരിക്കാത്ത രീതിയിലാണ്. 5-ാം നൂറ്റാണ്ടിലൊക്കെ ആളുകൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി വസ്ത്രമുള്ളവരാണ്. പക്ഷേ മാണിക്യവാചകൻ പൂർണ്ണ നഗ്നനായിട്ടാണ്. അത് വളരെ പഴയ സംഗതിയാണ് ശരിക്ക്. ഈ വായുപുരേശൻ എന്ന വാഗീശൻ എന്ന പേരോടുകൂടിയ മാണിക്യവാചകൻ, മാണിക്യം പോലെയുള്ള വാക്ക് പറയുന്നവനായിട്ടുള്ള ആ കോലവരാഹരൂപിയായ പ്രധാനമന്ത്രി, ഇദ്ദേഹമാണ് പിന്നീട് പഴയ ബന്ധീര സിദ്ധഭാഷയെ ശ്രീകൃഷ്ണകാലത്ത് എന്ന പോലെ വ്യാകരണ സഹിതം ഉദ്ധരിച്ച വാഗീശൻ എന്ന വിശ്വേശ്വരൻ എന്ന് പറയുമ്പോൾ വിശ്വകർമാവാണ്. ഈ ഗുരുവായൂപുരേശന്റെ ക്ഷേത്രം ഇന്നും വന്നേരിയുടെ മാണിക്യമണിവാചകമായി സർവവാഗീശ്വരേശ്വരനായിട്ട് വിരാജിക്കുന്നുണ്ട്. ഹാലാസ്യമഹാത്മ്യത്തിൽ 68 പാണ്ഡ്യരാജാക്കന്മാരുടെ ലിസ്റ്റേ ഉള്ളൂ. ഇതിലെ 66, 67 മുതലായ പാണ്ഡ്യന്മാരുടെ കാലം ഏതാണ്ട് BC 1000-ലാണ്. യഹൂദരുടെ ഇതിൽ പറയുകയാണെങ്കിൽ സോളമന്റെ കാലത്താണ് അവസാനത്തെ പാണ്ഡ്യന്റെ പേര് ഹാലാസ്യമഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്കന്ദപുരാണത്തിന്റെ രചന ഏതാണ്ട് BC 1000-ലാണ്. അതിന്റെ ശേഷമുള്ള പാണ്ഡ്യരാജാക്കന്മാരെ പറ്റി സ്കന്ദപുരാണം പറഞ്ഞിട്ടില്ല, സ്കന്ദപുരാണത്തിന് അറിയില്ല. BC 1000-ഓടുകൂടി ഇത് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ 66, 67 പാണ്ഡ്യരാജാക്കന്മാരോടെ അവസാനിക്കുന്ന ഒരു കൃതിയിലെ 57-ാമത്തെ പാണ്ഡ്യന്റെ കാലത്ത്, അതായത് BC 1000-ന് മുമ്പ് ഏതാണ്ട് നമുക്കൊരു BC 1500, BC 1600 എടുക്കാം. ആ കാലത്താണ് ഈ പറയപ്പെടുന്ന വിശ്വേശ്വരൻ എന്ന വാഗീശൻ ജീവിച്ചിരുന്നിരിക്കുന്നത്. ഈ കാലത്ത് തന്നെയാണ് നമ്മൾ ബാബിലോൺ, മിഡിൽ ഈസ്റ്റിലെ ഋഗ്വേദത്തിൽ നിന്നുള്ള സംസ്കൃത ശ്ലോകങ്ങൾ കാണുന്നത്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം കാര്യങ്ങൾ. അപ്പൊ ഈ ഗുരുവായൂപുരേശൻ, ഈ കോലവരാഹരൂപിയായ ഗുരുവായൂപുരേശൻ എന്ന ആ ഫണീജന്മാരുടെ പോക്കിലാണ് അതൊക്കെ അവിടെ സംസ്കൃതമൊക്കെ അങ്ങോട്ട് വ്യാപിച്ചിരിക്കുന്നത്. ഇക്കാലത്താണ് ഇതിന്റെ റിവൈവൽ ഒന്നും കൂടി നടന്നിരിക്കുന്നത്. ഈ BC 1500 ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ മധ്യേഷ്യ വരെ വ്യാപിച്ചിരുന്നു എന്നുള്ളത് കൂടെ ഓർത്തിട്ട് വേണം ഈ ഗുരുവായൂപുരേശന്റെ ചരിത്രത്തെപ്പറ്റി പറയാൻ. 6-ാം നൂറ്റാണ്ട് BC-യിൽ പർജന്യ സിന്ധുവാരുണൻ എന്ന മൂഷക യാദവ രാജാവിന്റെ കാലത്താണ് സിറസ് ഡാറിയസിന്റെ ഒക്കെ കാലം. അക്കാലത്താണ് ബ്രാഹ്മി ലിപി അല്ലെങ്കിൽ ഫണീശ ലിപിയിൽ നിന്ന് ഗ്രീസുകാര് ഒരു ഭാഷ ഉണ്ടാക്കിയിട്ട് ആ ഗ്രീക്ക് ഭാഷ ആ ഫണീഷ്യന്മാരുടെ ലിപിയായ ഫിനീഷ്യൻ സ്ക്രിപ്റ്റിൽ നിന്ന് ഗ്രീക്കുകാര് ഒരു ഭാഷ ഉരുത്തിരിച്ചു കൊണ്ടുവന്നത് ആ കാലത്ത് മാത്രമേ ഉള്ളൂ. അലക്സാണ്ടറുടെ ആക്രമണം ഉണ്ടായത് അരിസ്റ്റോട്ടിലിന്റെ വിജ്ഞാനദാഹം തീർക്കാനാണെന്നും ടോളമിയുടെ അലക്സാൻഡ്രിയൻ ലൈബ്രറി അങ്ങനെ ഉണ്ടായതാണെന്നുമുള്ള ചരിത്ര സത്യം നമ്മൾ മറക്കരുത്. BC 120-ൽ മാത്രമാണ് സിന്ധുവാരുണന്റെ 7-ാം തലമുറക്കാരൻ മഹോദയപുരം എന്ന കൊടുങ്ങല്ലൂർ നഗരം സ്ഥാപിക്കുന്നത്. കഥാസരിസാഗരത്തിൽ മഹേന്ദ്രവർമ്മൻ എന്നാണ് ഈ മഹോദയന്റെ പേര്. മഹേന്ദ്രവർമ്മന്റെ പുത്രൻ ജയസേനന്റെ പുത്രൻ മഹാസേനൻ കോലവരാഹരൂപിയായ അങ്കാരകൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് അല്ലെ, ചോകരത്തുകാരനാണ്, ശുഗപുരത്തുകാരനാണ്.
കോലവരാഹരൂപിയാണ്. അന്ന് ശുഗപുരവും പന്നിയൂരും ഒന്നാണ് കേട്ടോ. കോലവരാഹരൂപിയായ അങ്കാരകന്റെ പുത്രി അങ്കാരവതിയെ ഈ മഹാസേനൻ വിവാഹം കഴിച്ചു. അതിലുണ്ടായ മകനാണ് ചണ്ഡമഹാസേനൻ. ആ ചണ്ഡമഹാസേനന് പാലകൻ, ഗോപാലകൻ, വാസവദത്ത എന്ന് 3 മക്കള്. ഈ പാലകൻ അവന്തിവർമ്മൻ എന്നൊരു പേരക്കുട്ടിണ്ടായി പാലകന്. ആ അവന്തിവർമ്മനാണ് ഒരു ചണ്ടാലിയെ, സുരതമഞ്ജരിയെ കല്യാണം കഴിക്കുന്നത്. ഈ ചണ്ടാലി, സുരതമഞ്ജരി എന്ന് പറയുന്നത് ഗൗരിമുണ്ടൻ എന്ന് പറയുന്ന മുണ്ടവംശത്തിലെ മതംഗദേവന്റെ മകൾ മാതംഗിയാണ് ശരിക്ക്. ഈ കഥയിലത്തെ പറയുന്ന അവന്തിവർമ്മനാണ് ചണ്ടാലിയെ വിവാഹം കഴിച്ച വരരുചി എന്ന് ഈ ഗണപതി വ്യാസനും കൂടിയിട്ട് കഥയുടെ ഇൻബിറ്റ്വീനുള്ള കഥ മനസ്സിലാക്കിയെടുത്ത മാതിരി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പാലകൻ എന്നുള്ള രാജാവ് വളരെ പ്രസിദ്ധനായ രാജാവാണ്. രാജാവിന്റെ കാലം നമുക്ക് അറിയുകയും ചെയ്യാം. നമുക്കതിന് ഇതുണ്ടല്ലോ, കലിയുഗ വാക്യമുണ്ടല്ലോ. അതുകൊണ്ട് വാസവദത്ത എന്ന് പറയുന്ന സഹോദരിയെ വിവാഹം കഴിച്ചത് കാലഞ്ചര പർവ്വതത്തിലെ വത്സരാജാവായ, അത് ശതാനീകൻ, സഹസ്രാനീകൻ മുതലായി പാണ്ഡ്യവംശത്തിലുള്ള രാജാവായ ഉദയനനാണ്. അദ്ദേഹം ഘോഷവതി വീണ മീട്ടിപ്പാടുന്ന വിദഗ്ധനായിരുന്നു വീണ വായിക്കുന്നതിൽ. ഈ വാസവദത്തയുടെയും ഉദയനന്റെയും മകനായ നരവാഹനദത്തൻ തക്ഷശിലയിലെ ബൗദ്ധരാജാവിന്റെ മകൾ കലിംഗസേനയുടെ മകൾ മദനമഞ്ജുകയാണ് വിവാഹം കഴിച്ചത്. ഈ നരവാഹനദത്തന് 25 ഭാര്യമാരുണ്ട്. അദ്ദേഹത്തിനെ കാമദേവനായിട്ടാണ് പറയുന്നത്. ഈ കഥ, ഈ നരവാഹനദത്തൻ എന്ന് പറയുമ്പോൾ നരവാഹനൻ എന്ന് പറയുമ്പോൾ അത് കൗതുകം പറയും അത് ഏത് ദിശയിലാണ് നരവാഹനൻ വരുന്നത് എന്ന്. അത് പറയാം നമുക്ക് പിന്നീട്. പക്ഷെ ആ പേര് നരവാഹനദത്തൻ എന്നുള്ള പേര് അത് ശരിയായ പേരല്ല. അത് ഭൂതരാജാവാണെന്നുള്ളതുകൊണ്ടാണ് നരവാഹനൻ എന്ന് പറയുന്നത്. പ്രേതത്തിനെ വാഹനമാക്കിയിട്ടുള്ളവനായിട്ടുള്ളവൻ ഭൂത രാജാവാണ്. അതുകൊണ്ടാണ് അത് വരും നമുക്ക്. ആ കഥയാണ്. അതുപോലെ സകല പൈശാച ഭാഷകളും അറിയുന്ന ഒരു വരരുചിയും. ഈ കഥയാണ് നമ്മളിപ്പോ. ഇതൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ള കഥകളല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ പഴക്കമുണ്ട് ഈ കഥകൾക്ക്. മഹേന്ദ്രവർമ്മൻ മുതൽ ചണ്ടാലിയെ വിവാഹം കഴിച്ച അവന്തിവർമ്മൻ വരെയാണ് വരരുചിയും ഗുണാഢ്യനും കഥാസരിത്സാഗരത്തിൽ തന്നിരിക്കുന്നത്. അതിന്റെ ശേഷം അങ്ങോട്ടുള്ള കഥ ഇല്ല. അപ്പൊ അവിടെയാണ്, ആ കാലത്താണ് വരരുചിയുടെ കാലം. വരരുചിയുടെ കാലം അതിന്റെ ശേഷം ഇല്ല. അവന്തിവർമ്മൻ വരരുചി തന്നെ ആണ് എന്ന് പറയാനുള്ള കാരണം കൂടി അതാണ് ഞാൻ. കാരണം അതുവരെയുള്ളൂ, അവിടുന്ന് അങ്ങോട്ടില്ല കഥ. കോലവരാഹ അങ്കാരക എന്ന് പറയുമ്പോൾ ചൊവ്വ, കുമാരൻ, മംഗലൻ എന്ന 3 പേരുകളോടുകൂടിയ അങ്കാരകൻ എന്ന് പറയുമ്പോൾ ചൊവ്വയും കുമാരനും മംഗലനും ഒക്കെ തന്നെയല്ലേ. മംഗളാദേവി എന്ന് പറയുന്നതും അങ്കാരകൻ എന്ന് പറയുന്നതും കുമാര സാമ്രാജ്യം, ഖമർ കുമാര സാമ്രാജ്യം എന്നൊക്കെ പറയണം. അതൊക്കെ ഒന്ന് തന്നെയാണ്. ചൊവ്വയൂര്, ചൊവ്വന്നൂര്, ചോകരം, അതൊക്കെ പറയണ എല്ലാതിന്റെ പേരാണ്. അങ്ങനെയുള്ള കോലവരാഹം എന്ന പന്നിയൂരിന്റെ 12 കുലം മന്ത്രിമാര്, ആ 12 കുലം, വരരുചിയുടെ ചണ്ടാല സംബന്ധം എന്നിവ BC 120 മുതൽ AD 1-2 നൂറ്റാണ്ട് വരെയുള്ള കഥയിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ശേഷമല്ല വരരുചി കാലം. ഈ കാലത്ത് തന്നെയാണ് ശതവാഹന കാലവും. ശതവാഹനന്മാരുടെ റൂള് എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ പറയുന്ന കാലവും ഇതും ഒന്നാണ്, ഒരേ കാലാണ്. പേയ് ഭാഷ അഥവാ പൈശാച ഭാഷയിൽ ഗ്രന്ഥരചന ഉണ്ടാവാനുള്ള കാരണവും വരരുചിയുടെ കഥാസരിത്സാഗരത്തിൽ കാണാം. അപ്പൊ സംസ്കൃതവും പൈശാച ഭാഷയും പ്രാദേശിക തമിഴും കലർന്ന മലയാളം, തെലുങ്ക്, കർണാടക ഭാഷകൾക്ക് ഇതൊക്കെ വഴി തെളിയിച്ചു. ഈ 3 ഭാഷകളും ഏതാണ്ട് BC 3-4 നൂറ്റാണ്ട് മുതൽ വളരാൻ തുടങ്ങി. ഉണ്ടായത് അതിന്റെ മുമ്പാണ്. വളരാൻ തുടങ്ങിയത് BC 3-4. AD 3-4 നൂറ്റാണ്ടുകളോടുകൂടി തന്നെ അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ചെയ്തു. അപ്പോ നമ്മൾ ഈ ബ്രാഹ്മി ലിപി ഇതെന്നൊക്കെ പറയുന്നത് അതിന്റെ വാസ്തവത്തിൽ സംസ്കൃത നമ്മുടെ ഭാഷകളുടെയൊക്കെ അവസാന കാലാണത്, തുടക്കമല്ല. അവസാന കാലാണത്. അവസാന കാലത്തിനെ നമ്മൾ തുടക്കം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ തെന്നിന്ത്യൻ കൽവെട്ടുകളിൽ 4 ദക്ഷിണേന്ത്യൻ ഭാഷകളും കലർത്തിയ മണിപ്രവാളമാണ്. തമിഴ് കൽവെട്ടുകൾ ബ്രാഹ്മി, ഗ്രന്ഥം, വട്ടെഴുത്ത് എന്നിങ്ങനെ കാണാം. രാജേന്ദ്ര ഒന്നാമന്റെ കണ്ടിയൂർ കൽവെട്ടിൽ ര, സ, ജ, പ മുതലായ അക്ഷരങ്ങൾ പൂർണ്ണ മലയാളത്തിലാണ്. ര എന്നത് തമിഴിലും മലയാളത്തിലും ഉണ്ട്, ഒരു തർജ്ജമമാരി. പരകേസരി വർമ്മൻ എന്ന് 2 വിധം എഴുതിയിട്ടുണ്ട്, തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. രാജ എന്നതും അങ്ങനെയാണ്. രായും ജായും മലയാളവും, അദീർഘം മാത്രം തമിഴുമാണ്.
ഇങ്ങനെയൊക്കെ ആണ് തമിഴ് പഴയ പുരാതന കൽവെട്ടുകൾ കാണുന്നത്. അപ്പൊ മലയാളിയും തമിഴനും കൂടിയാണ് തമിഴ് കൽവെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അന്നൊന്നും തമിഴും മലയാളം വേറെ വേറെ അല്ല. മതിവണ്ണന്റെ കീ ടു ഇൻഡസ്ക്രിപ്റ്റ്സ് എന്നൊരു പുസ്തകത്തിലെ പേജ് 27 ഇങ്ങനെ പറയുന്നു, there are no bilingual inscriptions in Tamil. The monolingual inscriptions reveal that a single language was in use in Indus Valley from 8000 BC to 2000 BC. Proto-Dravidian, Proto-Tamil language is the only probability. Proto-Tamils being the best navigators, merchants, city builders and metallurgists. ഇത് പ്രോട്ടോ ദ്രാവിഡിയൻ എന്നതിനും പ്രോട്ടോ തമിഴ് എന്നതിനും ഇന്ന് നാം തമിഴ്നാട് എന്ന് വിളിക്കുന്ന ഭൂഭാഗം മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഹിസ്റ്ററി എഴുതുന്നതാണ് നമ്മുടെ പ്രശ്നം. ദക്ഷിണാപഥം മുഴുവൻ ഒന്നായിരുന്ന ഒരു കാലത്ത് സംസാര ഭാഷ തമിഴും വിദ്യാഭ്യാസ ഭാഷ സംസ്കൃതവുമായിരുന്ന ഒരു ജനത ആദ്യമായി യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് ദ്വാരക മുതൽ കന്യാകുമാരി വരെയുള്ള ദക്ഷിണ പശ്ചിമ തീരത്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഗുഹാഗൃഹങ്ങള്, ശില്പങ്ങള്, കാരുക്കൾ, അതായത് നാഗങ്ങളുടെ 64 കലകള്, വേദം, ഇവയെല്ലാം ആ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ള ദക്ഷിണ പശ്ചിമ തീരത്താണ് വളർന്നു വന്നത്. നാവികന്മാരും ഇവിടെ ആയിരുന്നു ആ കാലത്തൊക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ദ്വാരകയുടെ അധിപനായ കണ്ണൻ എന്ന നാവികന്റെ അടുത്തൊന്നും പൂർവതേരത്തെ അംഗദേശാധിപനായ കർണൻ എന്ന കർണധാരൻ മഹാഭാരത കാലത്ത് പോലും എത്തിയിരുന്നില്ല. ഒരിക്കലും പൂർവ്വദേശത്തിലായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടായത് പശ്ചിമ ഭാഗത്ത് സഹ്യന്റെ ഇപ്പുറത്ത് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. പിന്നെ അത് സ്പ്രെഡ് ചെയ്തു എല്ലാ സ്ഥലത്തേക്കും. അങ്ങനെയാണത്. അപ്പൊ ദക്ഷിണാപഥം മുഴുവൻ യാദവ പാണ്ഡവ വംശക്കാരുടെ ഒറ്റ കൊടി കീഴിലായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഞങ്ങൾ തമിഴ്, ഞങ്ങൾ മലയാളം, ഞങ്ങൾ മറാത്തി, ഞങ്ങൾ ഗുജറാത്ത് എന്നും പറഞ്ഞ് തമ്മിൽ തെറ്റിയിരുന്നാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഹിസ്റ്ററി മനസ്സിലാവില്ല. തിരുനെല്ലിയിലെ കാളിന്തി ഒഴുകുന്ന പാറയുടെ ബെഡിൽ ദണ്ഡകന്റെ കാലത്തുണ്ടായ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി, ദണ്ഡകാരണ്യത്തിന്റെ കാലത്ത് രാമായണത്തിൽ പറയണത്, പലവട്ടം ഒഴുകി ഒലിച്ച ലാവയുടെ അടയാളം കാണാം. ആ പാറയിൽ ഒരു ഹനുമാൻ രൂപവും 2 ശ്രീരാമപാദവും താഴെ 5 അക്ഷരമുള്ളൊരു ലിപിയുമുണ്ട്. ആ ചിത്രത്തിന് ലിപിയേക്കാൾ പഴക്കമുണ്ട്. ലാവ ഒഴുകിയ പാറ ചിത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്. ലിപിയിലെ 1, 5 എന്നീ അക്ഷരങ്ങൾ സിന്ധു ഹരപ്പൻ ലിപിയിലെ ആൽഫ ഒമേഗ എന്ന് ഐരാവതം മഹാദേവൻ വിളിച്ച ലിപിക്ക് സമയമാണ്. അതേ സെയിം ലിപിയാണത്. 1, 5 അക്ഷരങ്ങൾ. 2ാം അക്ഷരം കന്നഡ ലിപിയാണ്. 3, 4 അക്ഷരം തെലുങ്ക് ലിപിയാണ്. അവസാന അക്ഷരം മലയാള ഭാഷയിലെ ദീർഘചിഹ്നത്തോടും നമുക്ക് സമാണെന്ന് പറയാം. അങ്ങനെ തിരുനെല്ലിയുടെ നാൾവഴികൾ എന്ന പേരിൽ ഇതിനെ സംബന്ധിച്ച ഒരു പുസ്തകം ഞാൻ മാതൃഭൂമി ബുക്സിന് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വരുമ്പോ ലിപി അതിൽ കാണാം. ഹിസ്റ്ററി ഓഫ് ദി തമിഴ്സ് എന്ന ഗ്രന്ഥത്തിലെ PT ശ്രീനിവാസ അയ്യങ്കാർ ഐതരേയ ബ്രാഹ്മണം സായന ഭാഷ്യം ഉദ്ധരിച്ച് വിശ്വാമിത്രൻ തന്റെ 50 മക്കളെ ശപിച്ചു. അവർ ആന്ധ്ര, പുണ്ട്ര, ശബര എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശബരിമല ഭാഗത്തുള്ള ആളുകളാണ്. പുളിന്ത, മുദിബ എന്ന് പറയുന്നത് കർണാടകത്തിലെ മുദ്ബദ്രേ എന്ന സ്ഥലത്തുള്ളവരാണ്. ഈ ദേശങ്ങളിലെ ദസ്യുക്കളായി തീർന്നു എന്ന് പറയുന്നു. അപ്പോ വേദത്തിൽ പറയുന്ന ദസ്യുക്കള് ഈ രാജ്യങ്ങളിലുള്ള ആളുകളാണ്. പക്ഷെ അവരെ വിശ്വാമിത്രന്റെ മക്കളാണ്. വൈദിക ഗുരുവായ വിശ്വാമിത്രന്റെ മക്കളാണ് അവര്. മാന്ധാതാവ്, പുത്രൻ ത്രസദസ്യു, ഇവരുടെ വംശത്തിലെ പുരുകുൽസൻ, അംബരീഷൻ, മുചുകുന്നൻ, 50 മാന്ധാതാ പുത്രിമാര്, ഇവരെ കുറിച്ചൊക്കെ ഇവര് അതിഹാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് ദസ്യുക്കള്. ഇവരൊക്കെ ദസ്യുക്കള് എന്ന് പറയുമ്പോ ദാസന്മാര് എന്നുള്ള അർത്ഥം എടുക്കുമ്പോ ത്രസദസ്യു, അംബരീഷനും മുചുകുന്നനും സൗഭരി മഹർഷിയെ വിവാഹം കഴിച്ച 50 പുത്രിമാര് മാന്ധാതാവിന്റെ, ഇവരൊന്നും ദാസവർഗത്തിൽപ്പെട്ടവരൊന്നും അല്ല. ഇവരൊക്കെ വിശ്വാമിത്ര ഇതിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള വലിയ ആളുകളാണ്. വൈദിക ഋഷിമാരാണ് അവരൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഇന്ത്യയിലെ. ഇവരിൽ പ്രമുഖനായ ത്രസദസ്യുവിനെ വൈദിക മന്ത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. വിഷ്ണുഭക്തനായ അംബരീഷന്റെ പുത്രൻ ഹരീതി പുത്രൻ ആണ് സന്യാസധർമ്മം ക്രോഡീകരിച്ച ഋഷി എന്ന് ശാന്തിപർവം പറഞ്ഞിട്ടുണ്ട്. ഈ ഹരീതി പുത്രന്മാർ എന്നുള്ള പേര് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ അനവധി രാജകുടുംബങ്ങൾ എടുത്തിട്ടുണ്ട്. ഹരീതിപുത്രൻ എന്ന്. വസിഷ്ഠിപുത്ര, ഗൗതമിപുത്ര എന്നൊക്കെ പറഞ്ഞ പോലെ ഹരീതിപുത്ര എന്നുള്ള പേര് അനവധി രാജകുടുംബങ്ങൾക്കുണ്ടത്. പുരുകുൽസന് നാഗകന്യകയായ നർമ്മദയിലുണ്ടായ ത്രസദസ്യു രണ്ടാമൻ, അനരണ്യൻ മുതലായവരുടെ വംശത്തിലാണ് ത്രിശങ്കുവും ഹരിചന്ദ്രനും ചമ്പാപുരി നിർമ്മിച്ച ചമ്പനും ജനിച്ചത്. ഈ ചമ്പാപുരി ഉണ്ടാക്കിയ ശേഷമാണ് മാലിനി നദിക്ക് ചമ്പൽ എന്ന് പേര് മാറിയത്. അതുവരെ മാലിനി നദി എന്നാണ് അതിന് പേര്. ശകുന്തളയും ദുഷ്യന്തനും ഒക്കെ കളിച്ചു നടന്ന സ്ഥലം.
PT ശ്രീനിവാസ അയ്യങ്കാരുടെ അഭിപ്രായത്തിൽ പാതാളത്തിൽ വെച്ച് അർജുനൻ വിവാഹം ചെയ്ത ഉലൂപി എന്ന നാഗകന്യക മലബാറുകാരിയായ ഒരു തമിഴ് നാഗിനിയാണ്. നാഗങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മലബാർ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നഗരവും നാഗരിയുമുണ്ടായ ആ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലാണ് എന്ന പ്രത്യേകത ചരിത്രകാരന്മാരൊന്നും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. A.L. ബഷാമിന്റെ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ 2000 BC തന്നെ ബംഗാളിൽ പാണ്ഡ്യരാജാവിന്റെ പേരിൽ പാണ്ഡുരാജർ ദിബി എന്ന ഒരു ലോഹപ്പണിക്കാരുടെ തെരുവുണ്ട് എന്നും അവിടെ നിന്ന് കിട്ടിയ സീലുകളും പാത്രങ്ങളും ഒക്കെ മിന്നോവൻ ക്രഥയിലെ അല്ലെങ്കിൽ ഇൻഡസ് വാലിയിലെയോ ഒക്കെ അതിനൊക്കെ സമമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ചൈനയിലേക്കും ഈജിപ്തിലേക്കും, അതായത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇന്ത്യ വസ്തുക്കൾ കയറ്റി അയച്ചിരുന്നു, തങ്ങളുടെ ഭാഷയും സംസ്കാരവും അവരുമായി പങ്കുവച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നും, ഒക്കെ അങ്ങോട്ട് കൊടുക്കല്ലാതെ ഇങ്ങോട്ട് കൊടുക്കാനല്ലാതെ അവരെടുക്കാൻ ശീലിച്ചിരുന്നില്ല. ഇപ്രകാരമുള്ള മലബാറിലെ വന്തേരി നാട്, വള്ളുവനാട് ഭാഗങ്ങളിൽ നിന്ന് അധികം പുരാവസ്തു പഠനങ്ങൾ നടന്നിട്ടില്ല. നടത്തിയതൊക്കെ വെറും വിഡ്ഢിത്തരമായിട്ടുള്ള പഠനങ്ങളുമാണ്. ഒക്കെ ഇങ്ങനെ മുൻവിധികളോടുകൂടി നടത്തുന്ന പഠനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ പൂക്കാട്ടിയൂർ ലിഖിതത്തെ പഠിക്കാനും അതിന്റെ കൂടെ വേണം നമുക്ക് നവസന്ധി കൗതുകത്തെ പറ്റിയിട്ട് സംസാരിക്കാനും.